ഇപ്പം 50,000 രൂപ ശമ്പളത്തിന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാസം 1,00,000 രൂപയായി നമുക്ക്. പിന്നെ അത്യാവശ്യം ഇവിടെ ചെറിയ രീതിയിൽ ഭൂസ്വത്തോ ചെറിയ സംവിധാനങ്ങളോ ഉള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അതില്ലെന്ന് തന്നെ കൂട്ടിക്കും. ഈ വരുന്ന 50,000 രൂപയിൽ നമ്മളുടെ ചിലവുകൾ വരുന്ന അല്ലെങ്കിൽ ചെറിയൊരു സേവിങ് വരുന്നത് പല രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, ഇതിനിടയ്ക്ക് നിങ്ങൾ എന്നോട് ചോദിച്ചൊരു കാര്യം ഞാൻ ഇൻവോൾവ് ചെയ്ത് പറയാണ്, സൈഡ് ബിസിനസ് നമ്മുടെ ജോലിയെ ബാധിക്കാത്ത. നമ്മൾ സർക്കാർ ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അതിനിപ്പോൾ എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ, ഇപ്പോൾ എന്നെപ്പോലെ ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ ശനി ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ ഫ്രീ ആണ്. നമ്മുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് കൃഷി ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പേരൻസിനെ ചേർത്തോ നമ്മുടെ പാർട്ട്നേഴ്സിനെ ചേർത്തോ ഒക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാനിതൊക്കെ പറയാൻ കാര്യം സ്വന്തം നാട്ടിൽ ഇപ്പം എൻ്റെ വീട് പെരിങ്ങളം വാഗമണ്ണിൻ്റെ വാലി സൈഡാണ്. ഞാൻ പണ്ട് അച്ഛനും ഞാനും കൂടെ ചിന്തിച്ച് അന്നേ കാലത്ത് ഈ ജാതി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ജാതി വെച്ചതോടുകൂടി റബ്ബറൊക്കെ പോയി ആ ഭൂമിയുടെ സൗന്ദര്യം അങ്ങ് വർദ്ധിച്ചു. നമ്മളെന്ത് ചെയ്തു, അവിടെ ഒരു ഹോം സ്റ്റേ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് എൻ്റെ വീടിനോട് ചേർന്നൊരു 2 റൂം ഒരു ഹോം സ്റ്റേ ആക്കി രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്യലി ഒന്നും നമ്മളത് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മളത് ചെയ്തതിൻ്റെ ഉദ്ദേശം ആ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭമായിട്ട് നമ്മളതിനെ കൊണ്ടുവരുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഒരു എക്സ്ട്രാ വരുമാന മാർഗം കാണിച്ചു കൊടുക്കാനാണ്.